2025 മെഗാലയം ഏറ്റവും മോശമായി ബാധിക്കുന്ന ടീം SRH ആണ്. 2016 ശേഷം കപ്പെന്ന സ്വപ്നം നേടാൻ സാധിക്കാതെ ഇരിക്കുന്ന SRH എന്നാൽ ഇന്ന് T20 ക്രിക്കറ്റിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നാണ്. തുടർച്ചയായി 3 കൊല്ലം പ്ലേ ഓഫ് സ്ഥാനം ലഭിക്കാതിരുന്ന SRH വൻ തിരിച്ചുവരവാണ് കഴിഞ്ഞ IPL കാഴ്ചവെച്ചത്. നിലവിൽ IPL ഏറ്റവും ശക്തമായ ബാറ്റിംഗ് നിരയാണ് SRHനുള്ളത്. റിട്ടൻഷനുമായി ബന്ധപ്പെട്ട് BCCI എത്ര ഫോറിൻ പ്ലെയേഴ്സിനെ നിലനിർത്താം എന്നതിൽ ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ SRH ആരെയൊക്കെ നിലനിർത്തുക എന്നതിൽ ഒരു ധാരണ വരികയുള്ളൂ. SRHന്റെ കോർ ടീം കൂടുതൽ ഫോറിൻ പ്ലെയേഴ്സ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മെഗാലയം SRH ടീമിനെ ശരിക്കും ബാധിക്കും. BCCIയുമായി ടീം ഉടമകൾ നടന്ന ചർച്ചയിൽ SRH ഉടമ കാവ്യമാരൻ 7 കളിക്കാരെയെങ്കിലും റിട്ടൻഷൻ വേണമെന്നും കൂടുതൽ ഫോറിൻ പ്ലെയേഴ്സിനെ നിലനിർത്താൻ സമ്മതിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചതുപോലും ടീമിന്റെ കോർ നിലനിർത്താനാണ്. കഴിഞ്ഞ മിനി ഓപ്ഷൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് SRH ആണ്. കമ്മിൻസിനെയും ഹെഡിനെയും ഉൾപ്പെടെ തങ്ങളുടെ ടീമിൽ എത്തിച്ച് മികച്ച ഒരു ടീം ഉണ്ടാക്കാനും അവരെ വെച്ച് മികച്ച റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞ വട്ടം SRHന് സാധിച്ചിരുന്നു. ഇത്തവണ SRH നിലനിർത്താൻ സാധ്യതയുള്ള 4 കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമതായി സാധ്യത അഭിഷേക് ശർമ്മയ്ക്കാണ്. നിലവിൽ മികച്ച ഫോമിലുള്ള താരത്തിന് വലിയൊരു കരിയർ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ SRH അദ്ദേഹത്തെ നിലനിർത്തും. രണ്ടാമത് സാധ്യത ക്ലാസനാണ്. നിലവിലെ T20 ക്രിക്കറ്റിൽ ഏറ്റവും അപകടകാരിയായ ബാറ്ററായ ക്ലാസനെ ടീം നിലനിർത്താനാണ് സാധ്യത. അടുത്തത് ട്രാവിസ് ഹെഡ് ആണ്. കഴിഞ്ഞ സീസണിലെ SRHന്റെ മിന്നും പ്രകടനത്തിന് എല്ലാം പുറകിൽ ഈ ഓസ്ട്രേലിയൻ ഓപ്പണറുടെ അസാധ്യ പ്രകടനമായിരുന്നു. അവസാന 4ാം സ്ലോട്ടിലേക്ക് കമ്മിൻസും മാക്രോവും ഹസരംഗയും അടക്കം ഫോറിൻ പ്ലെയേഴ്സും പൂവിയും സുന്ദറും ത്രിപാഠിയും ഉമ്രാനും അടക്കം ഇന്ത്യൻ പ്ലെയേഴ്സ് ഉള്ളപ്പോൾ ആരെ എടുക്കുമെന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. എങ്കിലും സാധ്യത കഴിഞ്ഞ IPL എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയ നിതീഷ് റെഡ്ഡിക്കാണ്. പ്രോപ്പർ ഓൾറൗണ്ടറായ താരം ഇന്ത്യക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. RTM കാർഡ് വഴി ഒരാളെ കൂടെ നിലനിർത്താമെന്നാണെങ്കിൽ അതിൽ സാധ്യത സുന്ദറിനോ ഭുവനേശ്വർ കുമാറിനോ ആണ്. മെഗാലയം ഏറ്റവും കൂടുതൽ മോശമായി ബാധിക്കുന്നത് SRHനെ ആകുമ്പോൾ ഡാനിയൽ വെട്ടോറിയും സംഘവും എന്ത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നത് നോക്കിക്കാണേണ്ട ഒന്നാണ്. കഴിഞ്ഞ കൊല്ലം IPL മൈതാനങ്ങളിൽ ക്രിക്കറ്റ് വീഡിയോ ഗെയിം പോലെ കളിച്ച് റെക്കോർഡ് റൺസ് വാരിക്കൂട്ടിയ ആ ഓറഞ്ച് ആർമി ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് വസ്തുതയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.